കേരളത്തെ നടുക്കി കൊടും ക്രൂരത. ഉറ്റബന്ധുക്കളെയും കാമുകയെയും അടക്കം 6 പേരെ വെട്ടിക്കൊന്നു. കേരളത്തെ നടുക്കി കൊലപാതക പരമ്പരയിൽ യുവാവ് ഉറ്റവരായ 6 പേരെ വെട്ടിയും തലക്കടിച്ചും കൊലപ്പെടുത്തി. വിവരം യുവാവ് തന്നെയാണ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി പറഞ്ഞത്. അഫാൻ എന്ന 23-കാരനാണ് 3 വീടുകളിലായുള്ള ബന്ധുക്കളായ 6 പേരെ കൊലപ്പെടുത്തിയത്. ഇതിൽ 5 പേരുടെ മൃതദേഹം കണ്ടെത്തി. സ്വന്തം കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും പെൺസുഹൃത്തിനെയുമാണ് കൊലപ്പെടുത്തിയത്. പേരുമലയിൽ 3 പേരെയും ചുള്ളാളത്ത് 2 പേരെയും പാങ്ങോട്ട് ഒരാളെയും കൊലപ്പെടുത്തിയെന്നാണ് യുവാവ് പറഞ്ഞിരിക്കുന്നത്. പാങ്ങോട്ടുള്ള വീട്ടിൽ യുവാവിന്റെ മുത്തശ്ശി സൽമ ബീബിയുടെ മൃതദേഹം കണ്ടെത്തി. 13 വയസ്സുള്ള സഹോദരൻ അഫ്സാനെയും പെൺസുഹൃത്ത് ഫസാനെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. മാതാവ് ഷെമിയും കൊല്ലപ്പെട്ടതായി വിവരമുണ്ട്. എന്നാൽ ഇതിൽ വ്യക്തത വന്നിട്ടില്ല. ഇവർ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലായിരുന്നു. പിതൃ സഹോദരനും ഭാര്യയുമായ യസൻപുരം ചുള്ളാളത്ത് ലത്തീഫ്, ഷാഹിദ എന്നിവരും കൊല്ലപ്പെട്ടതായി വിവരമുണ്ട്. പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. 2 ദിവസം മുമ്പ് മുത്തശ്ശിയുടെ സ്വർണ്ണമാല വിൽക്കാനായി യുവാവ് ചോദിച്ചിരുന്നുവെന്ന് സൂചനകളുണ്ട്. ഇത് കൊടുക്കാത്തതിന്റെ പ്രകോപനത്തിലാണ് യുവാവ് കൊലപാതക പരമ്പര നടത്തിയതെന്ന് പറയപ്പെടുന്നു. കൊലപാതകത്തിന്റെ പ്രധാന കാരണം ഇപ്പോഴും വ്യക്തമല്ല. സാമ്പത്തിക പ്രശ്നമാണ് കാരണമെന്ന പ്രതി അഫാന്റെ വാദം പോലീസ് മുഖവിലക്കെടുക്കുന്നില്ല. നാട്ടിലടക്കം പലരിൽ നിന്നായി വൻതുക കടം വാങ്ങിയിട്ടുണ്ടെന്നാണ് പ്രതി മൊഴി നൽകിയിരിക്കുന്നത്. കടബാധ്യത കാരണം ജീവിക്കാൻ കഴിയില്ലെന്ന് തോന്നിയപ്പോഴാണ് എല്ലാവരെയും കൊന്ന് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതെന്നും പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. താൻ മരിച്ചാൽ കാമുകി തനിച്ചാകുമെന്ന് കരുതിയാണ് കാമുകിയെ വീട്ടിൽ നിന്ന് വിളിച്ച് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്ന് വെട്ടി കൊലപ്പെടുത്തിയതെന്നും പ്രതി പറയുന്നു. ഇയാൾ ലഹരിക്ക് അടിമയാണെന്നും വിവരമുണ്ട്. പ്രതി പിതാവിന്റെ കൂടെ വിദേശത്തായിരുന്നു. വിസിറ്റിംഗ് വിസയിൽ പോയി തിരിച്ചു വന്നതാണ്. മാതാവ് ക്യാൻസർ രോഗത്തിന് ചികിത്സയിലായിരുന്നു. വെഞ്ഞാറമൂട് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അനിയൻ അഫ്സാൻ. കൊലപാതകത്തിന് ശേഷം പ്രതി ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട ശേഷമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കുറ്റമേറ്റു പറഞ്ഞത്. കൂട്ടക്കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്വന്തം വീട്ടിലെത്തി പെൺസുഹൃത്തിനെയും സഹോദരനെയും കൊലപ്പെടുത്തുന്നതിന് മുമ്പ് സഹോദരൻ 14-കാരനായ അഫ്സാനെയും കൂട്ടി വെഞ്ഞാറമൂട്ടിലെ ഹോട്ടലിലെത്തി കുഴിമന്തി വാങ്ങിക്കൊടുത്തുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിനുശേഷമാണ് കൊടും ക്രൂരത നടത്തിയത്. കൊല്ലപ്പെട്ട പെൺസുഹൃത്ത് ഫർസാന ഇന്ന് ഉച്ചയ്ക്ക് 3:30-യോടെയാണ് അഫാന്റെ വീട്ടിലെത്തിയത്. ഇവർ തമ്മിലുള്ള ബന്ധത്തിലും അഭ്യൂഹത നിലനിൽക്കുന്നുണ്ട്. 2ഇടത്ത് കൊലപാതകം നടത്തിയ ശേഷമാണ് പ്രതി സ്വന്തം വീട്ടിലെത്തിയത്. കൃത്യമായ ആസൂത്രണത്തോടെയാണ് കൊലപാതകമെന്നാണ് നിഗമനം. തലയ്ക്കാണ് എല്ലാവർക്കും പരിക്കേറ്റത്. എലിവിഷം കഴിച്ച പ്രതി ഇപ്പോൾ ചികിത്സയിലാണ്.